മോൻ സത്യത്തിൽ സങ്കടം ഉണ്ടോ പോണേന്? പോയി ജട്ടി പോയി ബോട്ട് കിട്ടി. ലോക്ക് എത്രയെന്നറിയോ? ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോകണം. ഇന്നത്തെ വീഡിയോ പെട്ടി പാക്കിങ് ആണ്. സങ്കടപ്പെട്ടത് എന്താ കാര്യം, എന്തായാലും പോവാൻ പറ്റാത്ത സാഹചര്യമായി പോയി. ഇനിയിപ്പോ പറ്റില്ലല്ലോ. മറ്റേ ഇതൊക്കെ ഒരു ചടങ്ങാ പോവാ നോക്ക്. പിന്നെ സങ്കടപ്പെട്ട കാര്യമാണ്. എന്നിട്ടാണ് ഇറച്ചി, അടുത്ത ഇറച്ചി. മോൻ സത്യത്തിൽ സങ്കടം ഉണ്ടോ പോണേന്? പോയി ജട്ടി പോയി ബോട്ട് കിട്ടി. തന്നെ വലിയ സങ്കടമൊന്നും ഇല്ലാന്ന് തന്നെ. മോനെ കാണാത്തിന് വലിയ സങ്കടം ഉണ്ടാവും. എന്താ ചെയ്യാ, ഡെലിവറിക്ക് വരും. എന്നിട്ട് ഇങ്ങനെ എന്റെ ഇവന്റെ ഡെലിവറിക്ക് പറഞ്ഞേ നോക്കാം. നോക്കിട്ട് ഞാൻ ആരും കണ്ടില്ല ആ സമയത്ത്. ഡെലിവറി അതന്നെ സിമ്പിൾ ടാസ്ക് പറയുമ്പോ എല്ലാരും സിമ്പിളാ. മോനെ കയറ്റണ്ടതായിരുന്നു ശരിക്കും ഡെലിവറിക്ക്. എന്താണ് ഇതിന്റെ വേദന എന്നറിയാൻ. അയ്യോ എനിക്കെങ്ങനെ അറിയാ. അയ്യോ മോളെ കറിയില്ലെന്ന് പറയും. ഇനി ഉണ്ടാ ബീഫ്? എല്ലാ സാധനങ്ങളും മറ്റേ ഫോയിൽ ചുറ്റി ടേപ്പ് അടിച്ചിട്ടുണ്ട് ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഈ വെയിറ്റ് നോക്കുമ്പോ അറിയാം കൂടിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നത്. അതന്നെ മുരിങ്ങക്കായ പൊട്ടിക്കാൻ വേണ്ടിട്ട് നമ്മള് പറമ്പിലേക്ക് പോവാണ് ഗൈസ്. പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ആ കാട്ടീന്ന് എങ്ങനെ പറിക്കാനാ? ഓ ദേ പോണ് പറമ്പ് കണ്ട അത്. എനിക്കിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അതന്നെ കൊള്ളി പയറൊക്കെ ഉണ്ട്, ഒക്കെ കുത്തിണ്ട്. പക്ഷെ നിറച്ച് പുല്ല് പിടിച്ചിരിക്കുക. വന്നില്ല, ആളത് പോയിട്ടുണ്ട് മുരിങ്ങക്കായ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിൽക്കണുണ്ട്. അതിസാഹസികമായിട്ട് മുരിങ്ങക്കായ പൊട്ടിച്ചതേ വരുന്നുണ്ട്. കൊറേ പൊട്ടിച്ചിട്ടുണ്ടായിട്ട് നമ്മള്. ഇത്ര ഉള്ളൂ അല്ലേ? ആ ഇത്ര മതി, കുഴപ്പമില്ല. ചക്ക കൂർക്കിയോ നമ്മുടെ? ആ പെട്ടി ഇവനിറക്കിയ മേഞ്ഞു തരുവൻ. അതന്നെ മറ്റേതിലിടാം. എന്നിട്ടാണ് ഡ്രസ്സിന്റെ മോന് ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലല്ലോ. ആ അതേ വായോ ഇവിടെ പെട്ടി തുറന്നുണ്ട്. അലുവ അതൊന്നുകൂടി വേണ്ട, ഒട്ടിച്ചോടുകയാണീ കൂലിയ. ഇതൊന്നേ അത് മറ്റേ സാധനട്ടാ, കുഴലപ്പം ഇപ്പൊ പൊടിച്ചു തരും. അച്ചപ്പം ആ കൊച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പനോട് പോണ്ടെന്ന് പറയും. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോളാൻ പറയും. നമുക്ക് തിന്നാന്ന് പറയടാ. പുളി ചിപ്സ്. നമ്മള് സാധനങ്ങൾ പെട്ടിയിലേക്ക് വെച്ച് തുടങ്ങി. അച്ചാറുകൾ ഫസ്റ്റ് തന്നെ വെച്ചോല്ലേ. എവിടേക്കേ കൊണ്ടുപോട്? അത് മതി. ഇതൊരു മാങ്ങത്തൊലി അല്ലത്, മാങ്ങത്തൊലി മതി. അത് ബേബിക്ക് എറിഞ്ഞു അവനിട്ടുണ്ട്. പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. കൊച്ചുദേവി പെട്ടിക്ക് ഇട്ടുണ്ട് കേട്ടാ. നമ്മുടെ സാധനങ്ങൾ വറ്റൽമുളക്, ആലു.
പ്രവാസികളുടെ ഒരു ഗതികേടില്ലേ. അത് മറ്റേ സാധനം ആദ്യം ബേബിക്ക് പോവാൻ പറ്റിയില്ലല്ലോ. ദേ ബൂസ്റ്റ്. ബൂസ്റ്റ് ഇട്ടു. എന്റെ ദൈവമേ. മറ്റേ കാർബോർഡ് പെട്ടി എല്ലാത്താനും കുഴപ്പമില്ല, ട്രോൾ ചെയ്തോണ്ട്. അതാണെങ്കിൽ ഇരട്ടിപ്പണിയല്ലേ. അനിയുടെ കപ്പലണ്ടി മിഠായി ആദ്യം ബേബി എടുത്തുട്ടാ. 2 എണ്ണം വേണമെന്നവന്. ദേ കൊണ്ടോണ്. ആർക്കാ? അമ്മാമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോണതാ. ഞാൻ അമ്മാമയ്ക്ക് കപ്പലണ്ടി മിഠായി കൊടുക്കാൻ. അവിടുന്ന് പോരുമ്പോഴും ഒരു പെട്ടി പാക്കിങ്, ഇവിടുന്ന് പോകുമ്പോഴും അവിടുന്ന് കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടേ, ഇവിടുന്ന് കുറെ സാധനങ്ങൾ അങ്ങോട്ട് ഏറ്റിക്കൊണ്ടുപോകും. ഇതെന്റെ പരിപാടി. അതേ കപ്പലണ്ടി മിഠായി സ്പോട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഗ്യാപ്പ് ഉണ്ട്. കുഞ്ഞാനായിട്ട് വെച്ചേത് അതിൻ്റെ ഉള്ളിൽ വെച്ചേ. അതിൽ വെക്കി, അതിൽ വെക്കി. പെട്ടിയിൽ കയറി ഇരുന്നാ കൊണ്ടു. അങ്ങനെ പെട്ടി അടച്ചു. ഇതിന്റെ ലോക്ക് എത്രയാണെന്നറിയോ? സീറോ ആയത്. സീറോ 35. അത് സാരില്ല, അത് മറ്റേ 5 കിലോ എടുത്ത് മാറ്റിയാൽ മതി. ലോക്കായ പെട്ടി ലോക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പെട്ടി പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പോവാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.